ഹായ്, ഇത് ഫയേഴ്സ് എന്നുള്ള ബ്രോക്കറാണ്. ഇതിലെങ്ങനെയാണ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബ്രോക്കറിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ബ്രാക്കറ്റ് ഓർഡറും കവർ ഓർഡറാണ് മെയിനായിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ള ബ്രോക്കറിനെ അപേക്ഷിച്ചിട്ട് ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്. ചില ബ്രോക്കേഴ്സിൽ ഇതല്ലാത്ത ഫയേഴ്സ് അല്ലാത്ത വേറെ ഒന്ന് രണ്ട് ബ്രോക്കേഴ്സിലും കൂടി ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർഡർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓർഡറാണ് ബൈ ലിമിറ്റ് ഓർഡർ. അതായത് ഒരു സ്റ്റോക്ക് നമ്മളൊരു നിശ്ചിത പ്രൈസ് താഴോട്ട് വന്നിട്ടാകുമ്പോൾ ഈ സ്റ്റോക്കിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബൈ ലിമിറ്റ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 203.90 ഓക്കെ. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 203.40. ഇനി ഈ ഒരു പോയിന്റിലോട്ട് എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്നതാണ് എൻ്റെ വ്യൂ എങ്കിൽ അവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇതിനാണ് ഈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യണത്. മാർക്കറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കറൻലി മാർക്കറ്റ് ഏത് പ്രൈസിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൺഫർമേഷൻസ് കിട്ടിയ നമ്മുടെ എൻട്രി പോയിന്റിലാണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ ആ സ്പോട്ടിൽ ബൈ ചെയ്യാനാണ്. അതിൽ നമുക്ക് കറക്റ്റ് ഫിക്സ്ഡ് റേഞ്ചിൽ തന്നെ ബൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈ ലിമിറ്റ് ഓർഡർ കൊടുക്കുന്നതാണെങ്കിൽ ജസ്റ്റ് എൻട്രി പോയിന്റ് നേരെ വെക്കുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡ് എന്ത് ചെയ്യുക, ഈ കോഴ്സർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബൈ ലിമിറ്റ് വരും. ആ ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്നുള്ള കൊടുക്കുക. അതുപോലെ എൻട്രി പ്രൈസ് നമ്മൾ 90 അല്ല അത് പറഞ്ഞത്, അപ്പോൾ 90 ടൈപ്പ് കൊടുക്കുക. 203.90. ബൈ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തു, ആ ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ടാവും. സെൽ സ്റ്റോപ്പ് ലിമിറ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ. സെൽ സ്റ്റോപ്പ് ട്രിഗർ സെൽ ഇട്ടിട്ട് ഇതിൽ ഏകദേശം 2 പ്രൈസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 5 പൈസ എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 30 കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 40. ഓക്കെ, ഫൈൻ കൊടുത്തു. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 5 പൈസ എന്നുള്ള രീതിയിൽ ഭയങ്കര അടുപ്പിച്ചിട്ടും വെക്കാം കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ വന്ന് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു എന്നിട്ട് ഡയറക്റ്റ് സെല്ലിങ് നടക്കുന്നതാണ് എന്ത് സംഭവിക്കും, ഇവിടെ വെച്ചിട്ട് ആ ട്രേഡ് ക്ലോസ് ചെയ്യും. നമുക്കിവിടെ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഒരു ലിമിറ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ. ഇതാണ് എൻ്റെ ടാർഗറ്റ് പ്ലേസ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലിമിറ്റ് ഓർഡർ കൊടുത്തു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ഡയറക്റ്റ് ഇങ്ങനെ കയറി പോകുന്നതാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഓക്കെ. ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെക്കുന്നതെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയതിന് ശേഷം മാത്രം ടാർഗറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ സ്റ്റോപ്പ് ലോസ് വന്ന് അടിഞ്ഞത് തിരിച്ചിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് എന്താവും, സെൽ ഓർഡർ പ്ലേസ് ആവും. പിന്നെ മാർക്കറ്റ് എത്ര മുകളിലോട്ട് കയറി പോകുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇതാണ് ലിമിറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബൈ സൈഡിലോട്ടൊക്കെയുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ. ഇനി നമ്മളൊരു സെൽ സൈഡിലോട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഓർഡേഴ്സ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു സെൽ സൈഡിലോട്ടൊരു ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഷോർട്ട് പൊസിഷൻ വരച്ചു, ഒരു ഏകദേശം ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഇവിടെ വെച്ചിട്ട് തന്നെ എൻ്റർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ സെല്ല് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് പ്രൈസ് സെല്ല് കൊടുത്ത് ഇവിടെ വെച്ചിട്ട് സെല്ലാവും. ഇനിയല്ല, കറക്റ്റ് നിങ്ങൾക്കൊരു എക്സാക്റ്റ് എൻട്രി പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൈസിലോട്ട് മാർക്കറ്റ് വന്നിട്ടാവുമ്പോൾ നിങ്ങൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിമിറ്റ് ഓർഡർ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഇങ്ങനെ മുകളിലോട്ട് കയറി ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് സെല്ലിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെൽ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ. സെൽ ലിമിറ്റ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ സെൽ ലിമിറ്റ് ഓർഡർ അവിടെ പ്ലേസ് ആവും. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് ടാർഗറ്റാണ്. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ടാർഗറ്റ് കൊടുക്കുക. സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ കഴ്സർ വെക്കുക. അതിനുശേഷം ബൈ സ്റ്റോപ്പ് ലിമിറ്റ് വരും കണ്ടോ, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ക്വാണ്ടിറ്റി ബൈ സ്റ്റോപ്പ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അവിടെ സ്റ്റോപ്പ് ലോസും വന്നു. നമുക്കിവിടെ വേണ്ടി ടാർഗറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റും കൂടി ക്ലിക്ക് ചെയ്യാം. അതായത് ഒരു ബൈ ലിമിറ്റ് ഓർഡർ കൊടുത്താൽ മതി. ബൈ ലിമിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാർഗറ്റും കൂടി വന്നു. ഇതാണ് ഒരു ലിമിറ്റ് ഓർഡർ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇതിൽ തന്നെയുള്ളൊരു മെത്തേഡാണ് ബ്രാക്കറ്റ് ഓർഡേഴ്സും കവർ ഓർഡേഴ്സും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാം.